NGO യൂണിയൻ ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. NGO യൂണിയൻ നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗം ജീവനക്കാരുടെ വിഷയങ്ങൾ ഉയർത്തി വയനാട് കളക്ടറേറ്റിന് മുൻവശം നടത്തിയ ധർണയ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് NGO യൂണിയൻ ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. മിനി സിവിൽ സ്റ്റേഷന് മുൻവശത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം B. സന്തോഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി അംഗം K. വേണു, ഏരിയ സെക്രട്ടറി S. ജോഷി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PS. വിനോദ്, P. ഗിരീഷ്, M. അരുൺ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസുകാർ മാർച്ച് നടത്തുകയാണ്. ആ മാർച്ച് നടത്തുന്ന സാഹചര്യത്തിൽ നമ്മളുടെ ധർമ്മയെ അതിന് മുന്നിൽ നടത്താൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നത് നമ്മളത് 2ാം ഗേറ്റിലേക്ക് മാറ്റുകയാണ്. പോലീസുകാർ വന്ന് പറഞ്ഞത് അതൊന്ന് മാറ്റണം, നിങ്ങളപ്പുറത്തേക്ക് മാറ്റണം. അങ്ങനെ നമ്മൾ 2ാം ഗേറ്റിലേക്ക്, വളരെ അകലെയുള്ള 2ാം ഗേറ്റിലേക്ക് മാറുകയാണ്. അങ്ങനെ ആ ധർണ നടക്കവേ യൂത്ത് കോൺഗ്രസുകാർ വലിയ തോതിൽ പ്രകടനവുമായി എത്തി അക്രമാസക്തരാവുകയാണ് ചെയ്തത്. ഇന്ന് അവരുടെ ഒരു പുതിയ നേതാവ് അവതരിച്ചിട്ടുണ്ട്, പ്രിയങ്ക ഗാന്ധി. അവർ വയനാട്ടിലെത്തുന്ന ദിവസമാണ്. പ്രിയങ്ക ഗാന്ധിയെ സന്തോഷിപ്പിക്കാൻ, അവരെ ആഹ്ലാദിപ്പിക്കാൻ വേണ്ടി പിണറായിക്കെതിരെ എന്തോ പ്രക്ഷോഭം നടത്തുന്നു എന്ന രൂപത്തിൽ കളക്ടറേറ്റിൽ വന്ന് നരേന്ദ്രമോദി നൽകേണ്ട സഹായവും ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാർ പ്രകടനം നടത്തുകയാണ്. ആ പ്രകടനം ആസൂത്രിതമായി പോലീസിനെതിരായിട്ടുള്ള അക്രമവും അഴിഞ്ഞാട്ടവുമായി രൂപം പ്രാപിക്കുകയാണ്. അങ്ങനെ അവിടെ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടാകുന്നു. ആ ലാത്തി ചാർജ് ഇതെല്ലാം കളക്ടറേറ്റിന്റെ 1ാം ഗേറ്റിൽ നടക്കുകയാണ്. അപ്പുറത്ത് 2ാം ഗേറ്റിൽ ഭിന്നശേഷി ഏതാണ്ട് 100ഓളം വരുന്ന ഭിന്നശേഷി വിഭാഗം ജീവനക്കാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് NGO യൂണിയന്റെ ധർണ നടക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ ധർണ പരിപാടിക്കെതിരെ ലാത്തി ചാർജ് ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ചിതറിയോടിയ കുറെ ആളുകൾ ആസൂത്രിതമായി നീയൊക്കെ ധർണ നടത്തുമല്ലേടാ, നീയൊക്കെ ചെങ്കൊടി പിടിക്കുന്നവനാണല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ധർണ നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട വനിതാ ജീവനക്കാരടക്കമുള്ളവരുടെ നേരെ അതിക്രമം ഒഴിച്ചുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്.